ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ക്രേസി തിങ്സ് യു ലൈക്ക്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് മട്ടൻ കറിയാണ്. അത് നമ്മൾ ഇരുമ്പ് ചട്ടിയെടുത്ത് ഇന്ന് ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. കാരണം വിറകടുപ്പിലുണ്ടാക്കുമ്പോൾ നമുക്ക് വെട്ടം കറക്റ്റായിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് ഓഡിയൻസിൻ്റെ ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഉലുവയിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് കടുകിട്ടു. ഓക്കെ, അപ്പം കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മളതിൻ്റെ കൂടെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ 1 കിലോ മട്ടൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളൊരു 4 സവാള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സവാള ഒന്ന് വഴണ്ട് വരാനെ കൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പ് ഞാൻ ആദ്യമേ അങ്ങ് ചേർക്കും. അപ്പം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം മസാലയിൽ പിന്നെ ചേർക്കേണ്ടി വരത്തില്ല. അതിനുശേഷം പച്ചമുളക് ചീറിയതിട്ട് കൊടുക്കുന്നു. ഉള്ളി കണ്ട് പകുതി വഴണ്ട് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. മട്ടൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണം. എങ്കിലേ ഒരു കറക്റ്റായിട്ടുള്ള ഫ്ലേവറും ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ നമുക്ക് അതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി മട്ടൻ അങ്ങനെ നല്ല വൃത്തിക്ക് ഉള്ളി ഇതുമെല്ലാമായിട്ട് ഇളകി കഴിഞ്ഞിട്ട് നമ്മൾ മസാല ഒന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല. കാരണം ഇത് ഉപ്പും ഉള്ളിയെല്ലാം ഒന്ന് വെന്തൊരു പരുവായി വരും. കണ്ട, ഇങ്ങനെ വന്നു കഴിഞ്ഞ ശേഷമാണ് നമുക്ക് മസാല ചേർക്കുക. അത് നമ്മുടെ ഓരോ പരീക്ഷണങ്ങളാണ്. അപ്പം മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്ര ഐറ്റംസ് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു. തീ കുറച്ച് വെക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാശ്മീരി ചില്ലി 2 സ്പൂണ്, അത് കഴിഞ്ഞ് മല്ലിപ്പൊടി അതും ചില്ലി കാശ്മീരിയുടെ അത്ര അളവിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഗരം മസാല 2 സ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കുരുമുളക് പൊടി ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി ഒരു ഫ്ലേവറിന്. ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇത് ചേർത്തിട്ടില്ല. നല്ല രീതിയിൽ ഇളക്കി വെച്ച് അടച്ച് വെച്ച് കൊടുത്താൽ മതി. അത് പതുക്കെ ഇരുന്ന് വെന്തോളും. അത്യാവശ്യം വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങിക്കോളും. കണ്ട, നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇച്ചിരി ചൂടുവെള്ളം, തിളപ്പിച്ച ചൂടുവെള്ളം അതിൻ്റെ അകത്തേക്ക് അടി പിടിക്കാതിരിക്കും. ഇരുമ്പിയട്ടിയാണ്, അടി പിടിക്കില്ല. എങ്കിലും കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അപ്പം മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നാടൻ മട്ടൻ കറി ഉണ്ടാക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിൽ വിതറി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.